ഏപ്രിൽ 23 ലോക വായനാ ദിനം. മരട് നഗരസഭയുടെ EMS ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ SN പാർക്കിൽ വിദ്യാർത്ഥികളുടെ വായനാ മത്സരം സംഘടിപ്പിച്ചു. മത്സരം തൃപ്പൂണിത്തുറ MLA ശ്രീ K. ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ്മി സനൽ, പ്രശസ്ത എഴുത്തുകാരൻ GK പിള്ള, സാഹിത്യകാരൻ KB അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. EMS ലൈബ്രറി റീഡേഴ്സ് ഫോറം സെക്രട്ടറി NC ബാലഗംഗാധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നന്ദിയും രേഖപ്പെടുത്തി. പത്രനീതി എന്ന പാഠഭാഗമാണ്. പത്രങ്ങളെ പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്. മറ്റു തരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷികം മാത്രമാണ്. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല, വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ആകായ സംഭവത്തെ ലോകത്തിന്റെ മുൻപിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിൽ പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രം എന്ന വിരോധാഭാസം ഇതത്രേ. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പുസ്തകദിനത്തിന്റെ ഊഷ്മളമായ ആശംസകൾ നേരുകയാണ്. ലോക പുസ്തക ദിനത്തിൽ വായനാ മത്സരം സംഘടിപ്പിച്ച ഈ ലൈബ്രറിയുടെ സംഘാടകരെയും ഞാൻ അനുമോദിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യകാലത്ത് അറിവിൻ്റെ ഉറവിടം വായന മാത്രമായിരുന്നു. പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ കണ്ടത്. ഇന്നത്തെ രൂപത്തിൽ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഒന്നും തുടങ്ങാതിരുന്ന കാലത്ത് നമുക്ക് ലോകത്തെ കാണാൻ, ആശയങ്ങൾ ആവിഷ്കരിക്കാൻ, ആശയങ്ങൾ വിനിമയത്തിനും അറിവ് നേടാനും എല്ലാം ഉള്ള ഏക മാർഗം വായനയായിരുന്നു. ഇന്ന് പുതിയ മാധ്യമങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വായനയെ അത് ബാധിക്കും എന്നുള്ള പ്രചരണവും ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനൊരു ഭയപ്പാടും ഉണ്ടായിരുന്നു. എന്നാൽ വായന മരിക്കുന്നില്ല. വായന രംഗം സജീവമാണ് എന്നുള്ള അനുഭവമാണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ലോകത്തും വായിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പുസ്തകങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പഴയത് വ്യത്യസ്തമായി പ്രസാധകർ അച്ചടിക്കുന്നതിന് പകരം സ്വന്തമായി അച്ചടിച്ച് പുസ്തകങ്ങൾ വായനശാലയിൽ എത്തിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതൽ വർദ്ധിക്കുകയാണ്. പണ്ട് എല്ലാ ആശംസകളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വായന ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റീഡേഴ്സ് ഫോറം കുറച്ചു കാലം മുമ്പ് നിർജ്ജീവമായിരുന്ന റീഡേഴ്സ് ഫോറം ഇന്നിപ്പോൾ വളരെ സജീവമായിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാൻ നമുക്ക് ഒത്തിരിയേറെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മരട് നഗരസഭ ഇപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് റീഡേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികൾ അവരുടെ കയ്യിൽ നിന്നുള്ള പൈസകൾ ഇട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വരുന്ന വർഷം പദ്ധതിയിൽ കാരണം 12 മാസങ്ങൾ ഓരോ പരിപാടി നടത്തുന്നതിന് വേണ്ടി അതിനെ നിശ്ചിത പൈസ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മരട് നഗരസഭ അതിനുവേണ്ടി പൈസ വകയിരുത്തും എന്നാണ് നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വളരെ മനോഹരമായിട്ടുള്ള പരിപാടി കുട്ടികളെ വായിച്ച് വളരുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഇതിൻ്റെ ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുക. സുനിൽ മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ അത് വിളയും, അതല്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് വായിപ്പിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരികയാണ്. ഒത്തിരി മാത്രം അറിവുകൾ വായനയിലൂടെ നമുക്ക്
നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പുസ്തക ദിനം ആചരിക്കുകയാണ്. നമുക്കറിയാം, പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അറിവിൻ്റെ ഉറവിടമാണ്. ആദ്യകാലം മുതൽ തന്നെ അറിവ് പുസ്തക രൂപത്തിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വേദങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും അതിനുശേഷമുണ്ടായിട്ടുള്ള പ്രശസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ, ലോകോത്തരങ്ങളായ ഷേക്സ്പിയറിൻ്റെയും അതുപോലെയുള്ള സാഹിത്യകാരന്മാരുടെയും എല്ലാം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമായത് പുസ്തക രൂപത്തിലാണ്. ഈ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക, അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഏവർക്കും അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പറയുന്നില്ല. ലൈബ്രറി പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയതിന് വേൾഡ് റെക്കോർഡ് ലഭിച്ച ഒരു ചെറിയ സാഹിത്യ പ്രവർത്തകനാണ് ഞാൻ. അതിനാണ് ഈ ലൈബ്രറി എനിക്കിപ്പോൾ ആദരവ് തന്നത്. അതിന് ഞാൻ ആദരവ് നെഞ്ചോട് ചേർക്കുന്നു, നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ന് ലോകമെമ്പാടും പുസ്തക ദിനം ആചരിക്കുകയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA സഹിതം വായനാ ദിനം എന്ന് പറഞ്ഞാണ് പോകുന്നത്. വായനാ ദിനമല്ല, അത് ജൂൺ 19 വരാൻ പോകുന്ന ജൂൺ 19 വായനാ ദിനം. ഇത് ലോക പുസ്തക ദിനം. അച്ചടി യന്ത്രം വരുന്നതിന് മുമ്പ് 1500-ാം ആണ്ടിന് മുമ്പ് പുസ്തം കേട്ടിട്ടുണ്ടോ? പുസ്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുസ്തകം, പുസ്തി എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ പുസ്തകം. ഈ 1500-ാം ആണ്ടിന് മുമ്പ് നമ്മളിപ്പോൾ വായിക്കുന്ന പുസ്തകം ഉണ്ടായിരുന്നത് കൈയെഴുത്താണ്. ഒരാള് കഥാകൃത്ത് ആദ്യമേ കൈ എഴുതും, അത് നിരവധി ആളുകൾ പകർത്തി എഴുതി പുസ്തകം ആക്കിയിട്ടാണ് അന്ന് ഈ രചനകൾ വെളിച്ചം കണ്ടത്. അച്ചടി യന്ത്രം വന്നതിന് ശേഷം പുസ്തകം ആയി. ഈ പുസ്തകം ആയതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ 1-2 രാജ്യങ്ങൾ മാർച്ച് 1-നായിരുന്നു ഈ പുസ്തക ദിനം ആചരിച്ചത്. എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ ഇപ്പോൾ ക്ഷണിച്ചത് സംസാരിക്കാനാണ് എങ്കിലും സദസ്സിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു പ്രാർത്ഥന എനിക്കിവിടെ നിന്ന് കേൾക്കാം. ഇദ്ദേഹം സംസാരിക്കാതിരിക്കട്ടെ എന്നാണ് സദസ്സിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളുടെ അന്തരാത്മാവ് മന്ത്രിക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം. ഒന്ന്, നമ്മുടെ സമയം വളരെ വൈകിയിരിക്കുന്നു, വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായി. അതുകൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ആരാണ്? എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും. അത് മറ്റാരുമല്ല, വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ 23. അതുകൊണ്ടാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി നമ്മൾ ആചരിക്കുന്നത്. കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേ